എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മകരവിളക്കാണ്. ഈ ഒരു മകരവിളക്ക് ദിവസത്തില് വളരെ എളുപ്പത്തിൽ നല്ലൊരു പായസം തയ്യാറാക്കാം. ഇത് നമ്മുടെ വീട്ടില് നിത്യമുള്ള ചെറുപയർ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ചെറുപയർ നിത്യവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാണെങ്കിൽ നമ്മുടെ ശരീരാരോഗ്യം നല്ല രീതിയിൽ തന്നെ മെച്ചപ്പെടുത്താൻ സാധിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമായ ഈ ഒരു ചെറുപയർ പായസം എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കണ്ടു നോക്കാം. ഇനി നമുക്ക് ചെറുപയർ പായസം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിലാണ് ചെറുപയർ എടുത്തിട്ടുള്ളത്. ഇതൊരു 300 ഗ്രാം അളവുണ്ട്. പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ള ചെറുപയർ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇനി കഴുകിയെടുത്തിട്ടുള്ള പയറ് വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലേക്ക് മാറ്റിയിട്ടുള്ള പയറിലേക്ക് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പയറിന്റെ മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി കുക്കർ മൂടിയിട്ട് ഒരു 6-7 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പയർ വേവിക്കാൻ വെച്ചു കൊടുക്കുമ്പോൾ 1 സ്പൂൺ അളവിൽ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. പയറ് വെന്ത് വരട്ടെ. അങ്ങനെ നമ്മുടെ പയർ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ എയറെല്ലാം പോയി വന്നപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം. പയർ ഇതുപോലെയാണ് വെന്ത് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പയറൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചു കൊടുക്കാം. വെള്ളത്തിലേക്ക് ഒരു 350 ഗ്രാം അളവില് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ശർക്കര മെൽട്ടായി വരുന്ന സമയം കൊണ്ട് ഇതുപോലൊരു വലിയ മുറി നാളികേരം നമുക്കൊന്ന് തിരുമ്മി പാല് പിഴിഞ്ഞു വെക്കാം. ഒരു 100 മില്ലി ഒന്നാം പാലും 250 മില്ലി രണ്ടാം പാലും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ പയറ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തവി വെച്ചിട്ട് പയറൊന്ന് ഉടച്ചു കൊടുക്കണം. പയറ് വേവാത്ത വല്ല പയറുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ അല്ലിപ്പായിട്ട് പോകും. അതിനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ പയറിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയറിലേക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ശർക്കര പാനിയിൽ കിടന്ന് പയറൊന്ന് തിളച്ച് വരണം. ശർക്കര തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവില് അരിപ്പൊടി നമ്മൾ പയർ വേവിച്ച അതേ കുക്കറിലേക്ക് എടുത്തിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിയിലേക്ക് നമ്മൾ രണ്ടാം പാലും ഒന്നാം പാലൊക്കെ എടുത്ത് മാറ്റിയാൽ പിന്നെ അതേ നാളികേരത്തിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള നാളികേരം ഇളയ നാളികേരം ആയതുകൊണ്ട് നല്ല കുറുകിയ തേങ്ങാപ്പാലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അരിപ്പൊടി ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ ശർക്കര പാനിയിൽ കിടന്ന് ചെറുപയർ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചുകൊണ്ടിരിക്കുവാണ്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ചേർക്കുമ്പോൾ ഒന്നും കൂടെ നല്ലതായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷമായിരിക്കണം ചേർക്കേണ്ടത്. നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരമായിട്ട് ഇതിലേക്ക് ഗോതമ്പ് പൊടിയും എടുക്കാവുന്നതാണ്. ഇനി പെട്ടെന്ന് തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ അരിപ്പൊടി ചേർത്തിട്ടുള്ളത് നമ്മുടെ ചെറുപയർ പായസം ഒന്ന് കട്ടിയായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ പായസം നല്ലവണ്ണം ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇതുപോലൊരു പാകത്തിലാണ് ആയി വന്നിട്ടുള്ളത്. അങ്ങനെ നല്ലവണ്ണം തിളച്ചു വന്നിട്ടുള്ള ചെറുപയർ പായസത്തിലേക്ക് നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ പായസത്തിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലവണ്ണം തന്നെ തിളപ്പിച്ചെടുക്കാം. അങ്ങനെ രണ്ടാം പാലൊക്കെ ചേർത്ത് നല്ല പോലെ തന്നെ തിളച്ചൊന്ന് കുറുകിയ പാകത്തിലേക്ക് ഇപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാലൊക്കെ നല്ല കട്ടിയായിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ പായസം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഈ പായസത്തിലേക്ക് ഏലക്കപ്പൊടി ചേർക്കാം. ഇത് ചുക്ക് ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ജീരകത്തിന്റെ സ്വാദ് ഇഷ്ടമാണെങ്കിൽ അതും ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് താഴേക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം താളിപ്പ് കൂടെ ചെയ്തെടുക്കണം. താളിപ്പ് ചെയ്തെടുക്കാനായിട്ട് ഒരു താളിപ്പ് ചട്ടിയിലേക്ക് 2 സ്പൂൺ അളവില് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നാളികേരം ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് കാഷ്യൂ ചേർക്കാം. കൂടെ തന്നെ കുറച്ച് റൈസിൻസ് ചേർക്കാം. ഇപ്പൊ നമ്മുടെ നാളികേര കുത്തും കാഷ്യൂം റൈസിൻസ് ഒക്കെ നല്ലതായിട്ട് തന്നെ ഉപ്പായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ പായസത്തിലേക്ക് ചേർക്കാം. അളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദേറിയ ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ് ഈ ഒരു പാചക രീതി. ഇതുവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടൊന്ന് തയ്യാറാക്കി നോക്കണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.